ഷാഫിഈ മദ്ഹബ്, സഹോദരങ്ങളെ, ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാരാണെന്നല്ല അവർ പറയാറുള്ളത്. ഖബറുകളുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളെ എതിർക്കുന്നതിൽ ഏറ്റവും ശക്തമായ മദ്ഹബുകളിൽ ഒന്നാണ് ഷാഫിഈ മദ്ഹബ്. അതിനു മാത്രം വ്യക്തമായ വാക്കുകൾ മദ്ഹബിന്റെ കിതാബുകളിൽ കാണാം. പക്ഷേ നിങ്ങളോട് പറയുകയില്ല. ഞാൻ അതുകൊണ്ട് പറയുന്നു, കിതാബുകൾ വായിക്കുന്ന മുതഅല്ലിമീങ്ങളായ ആളുകളെ നിങ്ങൾ കിതാബുൽ ജനായിസ് എടുക്കുക, മദ്ഹബിന്റെ കിതാബുൽ ജനായിസ് എടുത്ത് നിങ്ങൾ വായിക്കുക. വായിച്ചോ, നിങ്ങൾ ധൈര്യത്തിൽ ഞങ്ങൾ കിതാബ് വായിച്ചോ. നിങ്ങൾ കിതാബ് വായിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ കിതാബിലുള്ളതും ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നിങ്ങൾ ഈ ഉള്ളാളത്തെ ജാറത്തിലും അജ്മീർ ദർഗയിലും അതുപോലെ വേറെ ഏതൊക്കെ ദർഗകളുണ്ടോ അവിടെയൊക്കെയും കാണുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ലാത്ത അനാചാരമാണെന്ന് മദ്ഹബിന്റെ പണ്ഡിതന്മാർ തന്നെ വ്യക്തമാക്കിയത് കാണാം. ഇത് ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ദീനല്ല, ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല. മുൻഗാമികളായ പണ്ഡിതന്മാർ തന്നെ ഇതിനെ ശക്തമായി എതിർത്തത് അവരുടെ കിതാബുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, അദ്ദേഹം വീട് തരാനാണ് പറയുന്നത്. നമ്മൾ വീടിന്റെ വാഗ്ദാനം പറയാം. ഇതുപോലെ ജാറങ്ങൾക്കരികിൽ മഖബറകൾക്കരികിൽ ജാറം മുത്തു ചുംബിക്കാനും മഖബറയുടെ മുന്നിൽ സുജൂദ് ചെയ്യാനും അവിടെ അതിനോട് ചേർന്ന് നിസ്കരിക്കാനും മഖബറകൾക്കരികിൽ ബലികർമ്മം നടത്താനും ഇതുപോലെ നേർച്ച നടത്താനും ഒക്കെ ഏത് കിതാബിൽ ഏത് മുൻഗാമികളാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ തെളിയിക്ക്. നമ്മളെല്ലാവരും വീട് നോക്കി തരാം. ഒന്നാക്കണ്ട, ഒരു വീട് കൊടുക്കേണ്ടി വല്ല പേടിക്കണ്ട. കാരണം കിതാബിലില്ല. എവിടെയുള്ളത്? ഇത് ഇക്കാലഘട്ടത്തിൽ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയ മാർഗമാണ്. പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാക്കിയതാണ്. ഇസ്ലാമിൽ പെട്ടതല്ല ഇത്. വളരെ ധൈര്യത്തിൽ പറയാൻ കഴിയും. മുൻഗാമികളായ സലഫുകളായ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലുള്ളവർ അവരുടെ അടുത്തില്ല. അതുപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാരായ ബുഖാരി മുതൽ ഇങ്ങോട്ട് കുതുബ് സിത്തയുടെ ആളുകൾ അവരുടെ അടുത്തില്ല. ഇത് മുൻഗാമികളുടെ അടുത്ത് പിൽക്കാലഘട്ടത്തിൽ ഷിയാക്കളുടെ സ്വാധീനത്തിലാണ് ഇതൊക്കെ ഇതിലേക്ക് കയറി പറ്റിയത്. അതിൽ ചിലത് കയറി പറ്റിയത് വിഗ്രഹാരാധകരുടെ അടുത്ത് നിന്നാണ്. ഈ നിലവിളക്ക് കത്തിക്കലും വിളക്കുണ്ടാക്കലും അതൊക്കെ വന്നത് മുസ്ലിമീങ്ങളുടെ ദീനിൽ നിന്നല്ല. ഇതൊക്കെ അന്യമതസ്ഥരുടെ ദീനിൽ നിന്ന് കയറി കൂടിയതാണ്.